പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 27 അധ്യായം 7 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. സങ്കീർത്തകനായ ദാവീദ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു കാര്യം മാത്രം ചെയ്യുവാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. നീ എൻ്റെ മുഖം തേടുവിൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഖം എന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം പ്രൊസോപോൺ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം സാന്നിധ്യം എന്നാണ്. കർത്താവ് ദാവീദിനോട് പറഞ്ഞത് തൻ്റെ മുഖം തേടുവാനാണ്. അതായത് കർത്താവിൻ്റെ സാന്നിധ്യം അനുദിനം തേടുവാൻ അവിടുന്ന് ദാവീദിനെ വിളിക്കുകയായിരുന്നു. കർത്താവിൻ്റെ മുഖമാകുന്ന സാന്നിധ്യം നമുക്ക് കൺകുളിർക്കെ കാണാൻ സാധിക്കുക പരിശുദ്ധ കുർബാനയിലാണ്. ഈശോ തൻ്റെ മനുഷ്യപ്രകൃതിയിലും ദൈവപ്രകൃതിയിലും പരിപൂർണമായി സന്നിഹിതനായിരിക്കുക പരിശുദ്ധ കുർബാനയിലാണ്. ഈശോയുടെ മുഖവും സാന്നിധ്യവും തേടുവാൻ മറ്റെങ്ങും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഇടവക ദേവാലയങ്ങളുടെ തുറന്നിട്ട വാതിലുകളിലൂടെ പ്രവേശിച്ച് പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്നാൽ മാത്രം മതി. അവിടെയാണ് ഈശോയുടെ മുഖവും സാന്നിധ്യവും നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. ഈശോയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുവാൻ സാധിക്കുക എത്രയോ ഭാഗ്യമുള്ള കാര്യമാണ്. ഈ സാന്നിധ്യം തേടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ മുഖം നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും പ്രകാശം വരുത്തട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതാവസ്ഥകളിൽ, പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ മുഖപ്രകാശം നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.